കട്ടപ്പന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിൽ ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ ഫെസ്റ്റിവൽ ആരംഭിച്ചു. ഇന്ത്യൻ പാരമ്പര്യം വിളിച്ചോതുന്ന പരമ്പരാഗതവും ആധുനികവും വൈവിധ്യപൂർണവുമായ ആഭരണ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം കട്ടപ്പന വി ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഷോറൂമിൽ നടന്നു. ഷോറൂം നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ ഈ ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ ഷോയിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നമുക്കറിയാം, ഒരു ബ്രൈഡിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബിഗ് ഡേയിൽ നമ്മൾ ധരിക്കുന്ന ബ്രൈഡ്സ് ധരിക്കുന്ന ആഭരണങ്ങൾ വെറും ഒരു അലങ്കാരത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല. തീർച്ചയായിട്ടും ഇറ്റ് ക്യാരീസ് ലോട്ട്സ് ഓഫ് 1993 കോഴിക്കോട് നിന്ന് ആരംഭിച്ച് ഇന്ത്യ അടക്കം 14 രാജ്യങ്ങളിലായി വ്യാപിച്ച് 400-ലേറെ ശാഖകളുമായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് ശൃംഖലയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. ഇന്ത്യൻ പാരമ്പര്യം വിളിച്ചോതുന്ന പരമ്പരാഗതവും ആധുനികവും വൈവിധ്യപൂർണവുമായ ആഭരണ ശേഖരമാണ് ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ ഫെസ്റ്റിവലിൽ ഒരുക്കിയിരിക്കുന്നത്. 4 ദിവസങ്ങളിലായാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കട്ടപ്പനയിൽ ഫെസ്റ്റിവൽ നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആഭരണ നിർമ്മാതാക്കളായ മലബാർ ഗോൾഡിന് 14 ആധുനിക ഡിസൈൻ സ്റ്റുഡിയോയും പ്രാവീണ്യമുള്ള ആഭരണ നിർമ്മാണ വിദഗ്ധരുമുണ്ട്. ആരംഭിക്കുകയാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഷോയാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു കളക്ഷനാണ് നമ്മളിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അട്രാക്ടിംഗ് ആയിട്ടുള്ള ഓഫർ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യും. അപ്പൊ ഇതിലെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഈ ഷോ ഇന്നാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കട്ടപ്പന വി ക്ലബ് മെമ്പേഴ്സിനെയാണ് സ്വാഗതം ചെയ്യുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 330 കോടി രൂപയാണ് നാളിതുവരെ ഇന്ത്യയിൽ വിനിയോഗിച്ചിട്ടുള്ളത്. ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി 5% മലബാർ ഗോൾഡ് മാറ്റിവെക്കുന്നതും. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ഫെസ്റ്റിവലിന്റെ ഭാഗമായി പ്രത്യേക ഓഫറും സജ്ജീകരിച്ചിട്ടുണ്ട്. ഷോറൂം മാനേജർ ശ്രീകാന്ത് എസ് അധ്യക്ഷനായിരുന്നു. കട്ടപ്പന വി ക്ലബ് അംഗങ്ങളായ മോനിഷ വിശാഖ്, ഡോക്ടർ ലിഷ, ട്രീസ, സില്ല, അനു, റിയ, അശ്വതി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ബിസിനസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.